കൂട്ടുകാരെ നമസ്കാരം. ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങളിലൊന്നായ കൂട്ടുകറിയാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പം എങ്ങനെ കൂട്ടുകറി തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകറിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. ചേന ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. മത്തങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 കപ്പ് ഇവിടെ എടുത്തിരിക്കുന്നു. പിന്നെ കറുത്ത കടലയാണ്. കടല ബോയിൽ ചെയ്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മിക്സി ഉപയോഗിച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്ത് മാറ്റിവെക്കാം. ഇനി കൂട്ടുകറി തയ്യാറാക്കുവാനായി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേന, മത്തങ്ങ കഷ്ണങ്ങളാക്കിയത്, പിന്നെ വേവിച്ചു വെച്ചിരിക്കുന്ന കടല ഇത്രയും ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നു. കൂട്ടുകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർക്കുന്നു. ഇനി ഇത് വേകുവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്തു. ഇത് വെന്ത് വറ്റിയിട്ടുണ്ട്. തിളച്ചതിന് ശേഷം സ്ലോ ഫ്ലെയിമിലാണ് ഇത് നിർത്തിയിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. തേങ്ങ അരപ്പിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടുവാനായി 2 മുതൽ 3 മിനിറ്റ് വരെ ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിലും 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് ഇത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഈ പരുവത്തിന് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് തേങ്ങ നമുക്ക് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ നിർത്തിക്കൊണ്ട് ഈ തേങ്ങ നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ ഈ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയം സ്റ്റൗ ഓഫ് ചെയ്യുന്നു. അതുപോലെ 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർക്കുകയും ചെയ്യുകയാണ്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കൂട്ടുകറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അവസാനം 1 ടേബിൾ സ്പൂൺ കണക്കിന് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓണസദ്യയുടെ പ്രധാന വിഭവങ്ങളിലൊന്നായ കൂട്ടുകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പല രീതിയിൽ കൂട്ടുകറി തയ്യാറാക്കാറുണ്ടെങ്കിലും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. എല്ലാവർക്കും ഈസിയായി ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഓർപ്പിക്കുന്നു. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.